കേരള സെക്ടറുകൾ ഉൾപ്പെടെ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിന്റർ ഷെഡ്യൂൾ പ്രാബല്യത്തിൽ വന്നു. സർവീസുകൾ വെട്ടിക്കുറച്ചും സമയങ്ങളിൽ മാറ്റം വരുത്തിയുമുള്ള പുതിയ ഷെഡ്യൂൾ 2026 മാർച്ച് വരെ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മസ്കത്ത് കൊച്ചി റൂട്ടിൽ പ്രതിവാര സർവീസുകൾ 4 കുറച്ചു. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലുമാകും സർവീസുകൾ. മസ്കറ്റ് കോഴിക്കോട് സർവീസ് 3 ചുരുങ്ങി. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ മാത്രമാകും ഇരുവശങ്ങളിലേക്കുമുള്ള വിന്റർ ഷെഡ്യൂളിൽ സർവീസ്. മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ആഴ്ചയിൽ 4 കുറഞ്ഞു. തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിലാകും സർവീസ് നടത്തുക. മസ്കറ്റ് കണ്ണൂർ റൂട്ടിൽ ആഴ്ചയിൽ 4 ദിവസം വിമാനങ്ങൾ ഉണ്ടാകും. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാകും ഇരുവശങ്ങളിലേക്കുമുള്ള സർവീസുകൾ. മസ്കറ്റിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പ്രതിവാരം 2-ഉം ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ദിവസവും സർവീസ് ഉണ്ടാകുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. സലാലയിൽ നിന്ന് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതേസമയം വിന്റർ ഷെഡ്യൂളിൽ കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് നടപടിക്കെതിരെ പ്രവാസികളുടെ പ്രതിഷേധം ശക്തമാണ്. വിമാനങ്ങൾ കുറയുന്നതോടെ ടിക്കറ്റ് നിരക്ക് ഉയരും. ശൈത്യകാല അവധി, ക്രിസ്മസ്, ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യാൻ വലിയ തുക പ്രവാസികൾ ചെലവഴിക്കേണ്ടി വരും. കണ്ണൂരിലേക്കുള്ള ഇൻഡിഗോ ഇതിനകം സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഒമാനിലെ ബജറ്റ് എയർലൈനായ സലാം എയർ കോഴിക്കോട് സെക്ടറിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഒമാനിൽ നിന്നും ബിനു കൊട്ടാരക്കരക്കൊപ്പം ജലീൽ കണ്ണമകരം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.